ഇന്നത്തെ അതിഥി ശ്രീ പി വിശ്വംഭരൻ. കേരള രാഷ്ട്രീയത്തിലെ അസാധാരണനായ ഒരു നേതാവ്. 60 വർഷത്തിലേറെ രാഷ്ട്രീയ പാരമ്പര്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച് പിന്നീട് 2 തവണ നിയമസഭാംഗമായി, 1 തവണ ലോക്സഭാംഗമായി, ജനതാദളിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു സാധാരണ പൗരനെ പോലെ സിറ്റി ബസ്സിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹം പിന്നിട്ടത് ത്യാഗപൂർണമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വിശ്വംഭരൻ സാറ് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സാറ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരുന്നോ? ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന അർത്ഥവുമില്ല. എനിക്ക് മനസ്സിന് പൊരുത്തപ്പെടത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഇല്ലെന്നെനിക്ക് തോന്നിയതുകൊണ്ട് പാർട്ടികളിലൊന്നും അംഗത്വം എടുത്തില്ലെന്ന് മാത്രം. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിതി സംജാതമാവുന്നതിന് എന്താണ് കാരണം? പൊതുവിൽ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയത്തിന് വന്ന സാധാരണ പറയുന്ന വാക്കുണ്ടല്ലോ, മൂല്യശോഷണം. ആ ശോഷണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെപ്പോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകൾക്ക് പൊരുത്തപ്പെടാൻ വയ്യാത്ത സ്ഥിതിവിശേഷം പൊതുവേ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ പ്രവർത്തിച്ച കക്ഷികളിലും അതിൻ്റെ പ്രതിഫലനം കണ്ടപ്പോൾ ഇനി വയസ്സുകാലത്ത് അവരുമായി വഴക്ക് കൂട്ടണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നുകൊണ്ട് അതേസമയം സമകാലീന രാഷ്ട്രീയത്തെപ്പറ്റി കഴിയുന്നിടത്തോളം സൂക്ഷ്മമായി പഠിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ചിന്നിച്ചെതറിക്കിടക്കുന്ന സോഷ്യലിസ്റ്റ് സംഘടനകളെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഒരു പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമോ എന്ന ഒരു പരിശ്രമത്തിലും ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ പരിശ്രമം എന്ന് പറയുന്നത് ഞാൻ തന്നെ നടത്തുന്നതല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മധുദണ്ഡവതയും സുരേന്ദ്രമോഹനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വേദിയിൽ ഞാനിപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉണ്ട്. അല്ല, ആദർശ ധീരതയോടുകൂടി ത്യാഗങ്ങൾ മാത്രം വഴിത്താരയായി കണ്ടുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ സാറ് ഒടുവിൽ രാഷ്ട്രീയത്തിൽ മൂല്യശോഷണമുണ്ടായപ്പോൾ അതിനെതിരായി നിന്ന് പോരാടുന്നതിന് പകരം അതിൽ നിന്നും ആ രംഗത്തു നിന്നും പിന്മാറിയത് വാസ്തവത്തിലൊരു ഒളിച്ചോടലായി തോന്നുന്നില്ലേ? അത് പൂർണ്ണമായും പിന്മാറിയെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. പിന്മാറിയെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതൊരു തെറ്റായി ഞാൻ കരുതുന്നുണ്ട്. ഒളിച്ചോടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ കഴിയുന്ന രീതിയിലുള്ള പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വീണ്ടും സജീവമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലും വിശ്വസിക്കുന്ന ആദർശ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലും സാധിക്കുമോ എന്ന് നോക്കുന്ന പരിശ്രമമാണ് ഈ സോഷ്യലിസ്റ്റ് ഫ്രണ്ടിലൂടെ നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് മൂല്യശോഷണമുണ്ടായി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാണ് സാർ ഈ മൂല്യശോഷണത്തിൻ്റെ തുടക്കം? എന്തെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആരംഭിച്ചതാണോ ഈ മൂല്യശോഷണം? അത് പറ്റി എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഒരു ധാരണ ഞാൻ പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നടന്ന വിമോചന സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതിയും പ്രവർത്തന ശൈലിയും ഉണ്ടായിരുന്നു. ആ പ്രവർത്തന ശൈലിയും സ്വഭാവ രീതിയുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹം ചില മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. മറ്റ് പല രാജ്യങ്ങളിലെയും സ്വാതന്ത്ര്യ സമരങ്ങളിൽ നമ്മൾ ഈ മൂല്യത്തിനുള്ള പ്രാധാന്യം കാണില്ല. അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്ന
ലൂയി ഫിഷറുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രകാരനാണല്ലോ. അദ്ദേഹം എഴുതിയിരുന്നു, ഗാന്ധി എൻറിച്ച് പോളിറ്റിക്സ് വിത്ത് എത്തിക്സ്. അത് ഒരുപക്ഷെ ഗാന്ധിയുടെ സംഭാവനയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായിരുന്നു. അത് സദാചാരം കൊണ്ട് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കിയെന്നാണ് പറഞ്ഞത് ഗാന്ധിജി. അപ്പോൾ ആ വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു വന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ തലമുറകൾ മാറി വന്നപ്പോൾ, അതിൽ നിന്നുള്ള മാറ്റം വന്നപ്പോൾ അതുമായി അധികം പൊരുത്തപ്പെടാൻ സാധിക്കണം. അതിൽ മാറ്റം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് ക്രമാനുഗതമായി വന്നതാണ്. അത് ആഗോള പ്രതിഭാസമാണ് എന്ന് പറയുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ ആഗോള പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി വരെ നമുക്കുണ്ടായിരുന്നത്. അല്ല, ഒരു വാസ്തവത്തിൽ രാഷ്ട്രീയക്കാർക്ക് തന്നെ സമ്മതിക്കേണ്ട ഒരു തെറ്റാണ്, ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ്. ആഗോള പ്രതിഭാസമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരായ കർശനമായ നടപടിയെടുക്കാൻ ഭരണാധികാരികൾക്ക് കഴിയേണ്ടതല്ലേ? ഇല്ല, ആഗോള പ്രതിഭാസം എന്നുള്ളതിനെ ഞാൻ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ വന്നു, അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇതിന് ഉത്തരവാദികളെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ മാറ്റമുണ്ടായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യം തന്നെ തുടങ്ങി. അതിന് അന്ന് എളുപ്പത്തിൽ തടുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ജനങ്ങളുടെ മേൽ അത്രയേറെ സ്വാധീനമുള്ള, അത്രയേറെ ആജ്ഞാശക്തിയുള്ള ഒരു ഭരണാധികാരി വിഭാഗം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഗാന്ധിയുടെ ശിഷ്യന്മാരായ ആളുകൾ. അത് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവിനും. ആ നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് നെഹ്റുവിന് ജനങ്ങളിലുണ്ടായിരുന്ന ആജ്ഞാശക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം. അതുപയോഗിച്ച് ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ അവരുടെ ഭരണകാലത്ത് പിന്തുടരാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ അധപ്പതനം ത്തിലെത്തിച്ചേരാൻ ചേരുമായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നിത് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൽ എല്ലാ ഭാഗത്തും ഗാന്ധിജിക്ക് പ്രസക്തി വർദ്ധിക്കുകയും ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി വിലയില്ലാത്ത ഒരു വ്യക്തിയായി മാറുകയും ചെയ്ത ആ മാറ്റത്തിന് എന്തായിരുന്നു വാസ്തവത്തിൽ കാരണം? അത് അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നതാണോ സാറിനെ പോലെയുള്ള പഴയ സ്വാതന്ത്ര്യ സമര സേനാനികൾ? ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ തീർച്ചയാണ്. പക്ഷേ സംഭവിച്ചു. കാരണം അങ്ങനെ 1, 2, 3 എന്ന് അക്കമിട്ട് പറയാൻ വയ്യ. ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇതിന് തടുക്കാൻ കഴിയുന്ന ഒരു കാലത്ത് അതിന് കഴിയുമായിരുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ചെയ്തില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന 1950 ആദ്യഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷത്തിൻ്റെ നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ ജവഹർലാൽ നെഹ്റുവിനോട് ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഈ ഭരണമണ്ഡലത്തിലും കോൺഗ്രസ്സിനകത്തും അന്ന് കടന്നുകൂടി തുടങ്ങിയിരുന്നേ ഉള്ളൂ ഈ അഴിമതിക്ക്, മൂല്യശോഷണത്തിനെതിരായി ശക്തിയായ നിലപാട് പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമെന്നുള്ള നിലയ്ക്ക് അങ്ങ് എടുക്കണമെന്ന്. അപ്പോൾ ചിലർ JP-യോട് ചോദിച്ചു, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അത് പറയേണ്ട കാര്യമെന്തെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു, കാരണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന കക്ഷി, ആ ഭരണം നടത്തുന്ന കക്ഷി, ആ കക്ഷിക്കകത്ത് കടന്നുകൂടുന്ന അഴിമതിയുടെ പ്രവണതയും മറ്റ് ദൂഷ്യങ്ങളും മറ്റ് സംഘടനകളിലേക്കും ജനസാമാന്യത്തിലേക്കും വ്യാപിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ ഭയപ്പാടാണ് ഇപ്പോൾ ശരിയായി തീർന്നിരിക്കുന്നത്.